الحمد لله وكفى والصلاة والسلام على النبي المصطفى وعلى آله وأصحابه أهل الوفاء التابعين ومن بإحسان اقتفى. ഏറ്റവും പ്രിയം നിറഞ്ഞ വിശ്വാസി സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു കാര്യം, മൻ സഅല അല്ലാഹു തആല ഷഹാദത ബിസ്ദിഖിൻ, ആരെങ്കിലും രക്തസാക്ഷ്യം അല്ലാഹുവോട് സത്യസന്ധമായി ചോദിച്ചാൽ ബല്ലഗഹു അല്ലാഹു മനാസില ശുഹദാ വഇൻ മാത അലാ ഫിറാശിഹി, അയാളുടെ മെത്തയിൽ കിടന്നാണ് മരിക്കുന്നതെങ്കിലും ശുഹദാക്കളുടെ സ്ഥാനം അല്ലാഹു അയാൾക്ക് നൽകും. ഈ ഹദീസ് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് കൊണ്ടുവരുന്നത് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ സിദ്ഖ് എന്ന ബാബിന്റെ കീഴിലാണ് കൊണ്ടുവരുന്നത്, സത്യസന്ധത എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ നിയ്യത്ത് സത്യസന്ധമാണെങ്കിൽ, ഷഹീദാകുവാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ മരിക്കുന്നത് സ്വാഭാവിക മരണമാണെങ്കിൽ പോലും ഷഹീദുകളുടെ ദറജ അല്ലെങ്കിൽ പദവി അള്ളാഹു നമുക്ക് നൽകുമെന്നാണ്. അപ്പോൾ അത് നിയ്യത്ത് സത്യസന്ധമായ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു അറാബിയുടെ സംഭവം നമുക്കറിയാം. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഇദ്ദേഹം വരികയും എന്നിട്ട് നബിയോട് ഇസ്ലാമിനെ പറ്റി ചോദിച്ച് മനസ്സിലാക്കുകയും എല്ലാം ചെയ്ത് അയാൾക്ക് ബോധ്യമായപ്പോൾ അയാൾ നബിയുടെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്ത് തിരിച്ചു പോകുക. അങ്ങനെ ഉടനെ സമീപത്ത് ഒരു യുദ്ധമുണ്ടായി. ആ യുദ്ധമുണ്ടായതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗനീമത്ത് സമ്പത്ത് പിരിച്ചപ്പോൾ അതിൽ നിന്നും ഒരു ചെറിയ പങ്ക് ഇദ്ദേഹത്തിന് ആളയച്ച് കൊടുത്തേക്ക് ഈ മനുഷ്യൻ. അപ്പോൾ ഇദ്ദേഹം മനുഷ്യനോട് ചോദിച്ചു, എന്താണിത്? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നൽകിയ ഒരു പങ്കാണ്, അപ്പോൾ എങ്കിൽ നടക്കൂ എന്ന് പറഞ്ഞ് ആ സമ്പത്തും എടുത്ത് നബിയുടെ അടുക്കിലേക്ക് അയാൾ പോവുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അത് വെച്ചു. എന്നിട്ട് പറഞ്ഞു, നബിയെ, ഇതിനു വേണ്ടിയിട്ടല്ല ഞാൻ മുസ്ലിം ആകുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, എന്തിനു വേണ്ടിയിട്ടാണ് പിന്നെ താങ്കളുടെ ഇസ്ലാം? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നത്തായിരുന്നു പുതുതായി ഇസ്ലാമിലേക്ക് വരികയും അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് മനസ്സിലാക്കപ്പെട്ട ഒരു മുഅല്ലഫത്ത് ഖുലൂബുഹും, സക്കാത്തിന്റെ 8 അവകാശികളിൽ ഒരു അവകാശി ആണ് ഇസ്ലാമുമായി ഹൃദയം ഇണക്കപ്പെട്ടയാളെന്ന് പറയുന്നത്. പുതുതായി ഇസ്ലാമിലേക്ക് വരികയോ അതല്ല ഇസ്ലാമിലേക്ക് വരാൻ സാധ്യതയുള്ളവരോ ആയിട്ടുള്ള ആളുകളെ ഒന്ന് പരിഗണിക്കുക എന്നുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ചര്യയായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഇത് നൽകുന്നത്. അങ്ങനെ ഇദ്ദേഹം വന്ന് പറയുന്നു, നബിയെ, എൻ്റെ ആഗ്രഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ എനിക്ക് ഇവിടെ ഒരു അമ്പ് തറയ്ക്കണം. കഴുത്തിലേക്ക് ചൂണ്ടിയിട്ടാണ് അദ്ദേഹം പറയുന്നത്, കഴുത്തിൽ എനിക്ക് ഒരു അമ്പ് തറയ്ക്കണം അള്ളാഹുവിന്റെ മാർഗത്തിൽ, അതുമാത്രമാണ് എൻ്റെ ആഗ്രഹം എന്ന് നബിയോട് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ പോവുകയാണ്. ആ പോകുന്ന അദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് പറയുന്നുണ്ട്, ഇദ്ദേഹം പറഞ്ഞത് സത്യമാണെങ്കിൽ അത് സംഭവിച്ചിരിക്കും. അങ്ങനെ എന്ത് ചെയ്തു? പിന്നീട് അധികം വൈകാതെ ഒരു സൈനിക നീക്കം ഉണ്ടാവുകയാണ്. ആ യുദ്ധത്തിന് ശേഷം സ്വഹാബാക്കൾ തിരഞ്ഞു നടക്കുകയാണ്. അവിടെ ആർക്കെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ, ആരെങ്കിലും സഹായം ആവശ്യപ്പെടുന്നുണ്ടോ എന്നെല്ലാം നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആ മനുഷ്യൻ ആവശ്യപ്പെട്ടതുപോലെ തന്നെ അയാൾ ആവശ്യപ്പെട്ട സ്ഥലത്ത് തന്നെ ഒരു അമ്പ് തറച്ചുകൊണ്ട് അയാൾ ഷഹീദായി കിടക്കുന്ന ഒരു കാര്യം, ഒരു സംഭവം ഉണ്ടായതായി നമുക്ക് അറിയാം. സ്വഹീഹായി വന്നിട്ടുള്ള ഒരു സംഭവമാണ്. സഹോദരങ്ങളെ, ഇവിടെ അള്ളാഹുവുമായിട്ടുള്ള സത്യസന്ധത, അള്ളാഹുവിനെ മുൻനിർത്തി ഒരു കാര്യം നമ്മൾ പറഞ്ഞാൽ അള്ളാഹു അത് എത്രമാത്രം സത്യമുണ്ടെന്ന് പരിശോധിച്ചതിന് ശേഷം അത്രമേൽ നമ്മളുടെ സത്യസന്ധമായ ഒരു ആഗ്രഹമാണെങ്കിൽ അള്ളാഹു നടപ്പിൽ വരുത്തും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്ന മറ്റൊരു കാര്യം കാണാം, എത്ര പാവപ്പെട്ട മനുഷ്യരാണ്, ആളുകൾ യാതൊരു വിലയുമില്ലാതെ പരിഗണിക്കപ്പെടുന്ന ആളുകൾ, സദസ്സുകളിൽ നിന്നും ചിലപ്പോൾ മാറ്റി നിർത്തപ്പെടുന്ന ആളുകൾ, അവരുടെ മുടികൾ പാറിപ്പറന്നതായിരിക്കാം, അതല്ലെങ്കിൽ പൊടിപുരണ്ടതായിരിക്കാം, അങ്ങനെ ആരും വിലവെക്കാത്ത മനുഷ്യർ, അത് അവർ എന്ത് ചെയ്യുന്നു? അവർ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ അള്ളാഹു അത് നടപ്പിൽ വരുത്തും. കാരണം അത്രമേൽ അള്ളാഹുമായുള്ള സത്യസന്ധമായ ബന്ധമുള്ള മനുഷ്യരാണ് അവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ആഗ്രഹം ഈ പറഞ്ഞ ആ ഷഹീദാകുന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറ്റൊരു വചനം കൂടി കാണാൻ സാധിക്കും.
ആ ഷഹീദിന്റെ ദറജകളെ കുറിച്ച് ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ ആഗ്രഹിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സൈന്യത്തിന്റെ പിറകിൽ ഇരിക്കുന്നതിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുന്നിൽ പോയി യുദ്ധം ചെയ്യാൻ അനുവാദമില്ല. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറകിലിരുന്ന് ആ സൈന്യത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുവാൻ മാത്രമേ നബിക്ക് അള്ളാഹുവിന്റെ അനുമതിയുള്ളൂ. അങ്ങനെ ഒരു അനുമതി എനിക്കുണ്ടായിരുന്നുവെങ്കിൽ, എനിക്ക് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി യുദ്ധം ചെയ്യുവാൻ അനുവാദമുണ്ടായിരുന്നുവെങ്കിൽ അതിലിറങ്ങി യുദ്ധം ചെയ്ത് ഷഹീദായി വീണ്ടും എന്റെ ശരീരത്തിലേക്ക് ആ ജീവൻ തിരിച്ചു നൽകി, വീണ്ടും ഷഹീദായി വീണ്ടും എന്റെ ശരീരത്തിലേക്ക് അള്ളാഹു ജീവനെ തിരിച്ചു നൽകി വീണ്ടും ഷഹീദാകുവാൻ ഞാൻ ആഗ്രഹിച്ചു. 3 തവണ ഷഹീദാകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിട്ടുണ്ട്. അത്രമേൽ ദറജയാണ് ഒരു ഷഹീദിന്. ഷഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നവരല്ല, ഇസ്ലാമിന്റെ പേരിൽ കൊല്ലപ്പെടുന്നവരല്ല ഷഹീദുകളാണ്. മറ്റു ചില കാര്യങ്ങൾ കൂടി ഷഹീദുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആകസ്മികമായ മരണം ഒന്നും ആകസ്മികമല്ല, എല്ലാം അള്ളാഹുവിന്റെ വിധിയാണ്. പക്ഷേ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ കണ്ണിൽ ആകസ്മികമായി ഉണ്ടാകുന്ന സംഭവങ്ങൾ, കെട്ടിടം തകർന്നു വീണുള്ള മരണം, മുങ്ങി മരണം, അല്ലെങ്കിൽ ഒരു വാഹനാപകടത്തിൽപ്പെട്ടുള്ള മരണം, ഉദര സംബന്ധമായ മരണം, ഇങ്ങനെ പല മരണങ്ങളും ആകസ്മികമായി മനുഷ്യർ കാണുന്ന ആ മരണത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിശ്വാസിയാണെങ്കിൽ അയാൾക്ക് ഷഹീദിന്റെ മരണം ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഷഹീദാകുവാൻ ആഗ്രഹിക്കാൻ നമുക്ക്, ആ ആഗ്രഹം സത്യമായെങ്കിൽ, ആഗ്രഹം സത്യസന്ധമാണെങ്കിൽ ഷഹീദിന് ലഭിക്കാനുള്ള ദറജകൾ ഇൻഷാ അല്ലാഹ് ഒരുപാടുണ്ട്. നമുക്ക് മറ്റൊരു അവസരത്തിൽ ചർച്ച ചെയ്യാം. അത് അറിഞ്ഞ ഒരാളും ഷഹീദാകാൻ ആഗ്രഹിക്കാതിരിക്കില്ല. അങ്ങനെ ആഗ്രഹിക്കാൻ നമുക്ക്, ആഗ്രഹം സത്യമാണെങ്കിൽ, നമ്മളുടെ മെത്തയിൽ കിടന്നുള്ള മരണമാണെങ്കിലും നമുക്ക് ആ ഷഹീദിന്റെ ദറജ അല്ലാഹു നൽകും. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ആ ഒരു അവസ്ഥ നൽകി അനുഗ്രഹിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.